എപ്സ്റ്റീൻ ഫയൽസിൽ ഏറ്റവും അറപ്പ് തോന്നുന്ന നിങ്ങളെ ഞെട്ടിപ്പ് എന്നൊരു ഇമെയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് ഹോളിവുഡ് ആക്ടേഴ്സോട് വെറുപ്പ് തോന്നും. ഇതാണ് ഇമെയിൽ. ഓൾ യു നീഡ് ഇസ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫ്രം ദ പാക്ക് ആൻഡ് യു റിവേഴ്സ് ഏജിംഗ്. ഒരു പാക്കറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മാത്രം മതി നിങ്ങളുടെ പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും പറഞ്ഞല്ല. ഇതിനാണ് അഡ്രിനക്രോം എന്ന് വിളിക്കുന്നത്. ഒരാൾ ഭയപ്പെടുന്ന സമയത്ത് ശരീരത്തിലുണ്ടാവുന്ന അഡ്രിനൽ ഓക്സിഡൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ ഒരു കെമിക്കൽ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ കുട്ടികളിൽ നിന്നാണ് ഇത് അവരെടുക്കുന്നത്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസും ആക്ടേഴ്സും ഇതുപോലെ കുട്ടികളുടെ ബ്ലഡ് കുടിക്കുന്നുണ്ട് ഫോർ ആന്റി ഏജിംഗ്. ഹോളിവുഡിൽ ഏറ്റവും വിലപ്പെടുന്ന കറൻസി ഇതാണെന്ന് മെൽ ഗിബ്സ് പണ്ട് പറഞ്ഞ സമയത്ത് എല്ലാവരും അയാളെ ഫൂൾ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇത് സത്യമായിരുന്നു. നിക്കി മിനാജിന്റെ ഒരു പോസ്റ്റിൽ ഇത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. പല സിനിമകളിലും ഇന്റർവ്യൂവിലും ഇത് വളരെ ക്ലിയർ ആയി അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൊളിറ്റീഷ്യൻ സെലിബ്രിറ്റികളും ബ്ലാക്ക്മെയിൽ നിരയാവുന്നു ഇത്തരം ക്രൂരതയിലൂടെയാണ്. അവരെല്ലാം പല ആവശ്യങ്ങൾക്കായിട്ടും ഇതുപോലെ പാവം കുട്ടികളെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും US എന്നുള്ള രാജ്യം ഒരു ഫോറിൻ കൺട്രിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഇത്രയൊക്കെ തെളിവുകളെ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത്? നമ്മളാണെങ്കിൽ ഇപ്പോഴും ഇവരുടെ സിനിമകളും അവാർഡ് ഷോകളും കണ്ട് എൻജോയ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഇതിന്റെ എല്ലാം ഫോക്കസ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ലോകത്ത് പരസ്പരം യുദ്ധങ്ങൾ, വെല്ലുവിളികൾ, അട്ടിമറികളും നമ്മൾ ശരിക്കും ഒരു ഡിജിറ്റൽ പ്രിസണിലാണ് ഇപ്പം ജീവിക്കുന്നത്. എല്ലാം പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ് ആണ്. ഇതൊക്കെ വെറും കോൺസ്പിറസികളാണെന്നും പറഞ്ഞു കേൾക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായം പറയൂ.